ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പം വണ്ടർലാൻഡിലോട്ട് പോകാൻ പോവാണ്. വീട്ടിൽ നിന്ന് പെൻസിൽവാനിയയിലേക്കാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പെൻസിൽവേനിയയിലെ വിൻ്റർ വണ്ടർലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഡച്ച് വിൻ്റർ വണ്ടർലാൻഡ് ആണ്, ലാൻകാസ്റ്ററിലാണ്. ഞങ്ങളിവിടെ ഹനയും ഫാമിലിയും അതുപോലെ ആർദ്രയും ഫാമിലിയും കൂടിയിട്ടുണ്ട്. അവർ വേറെ കാറിലാണ്. 2 ദിവസത്തെ ട്രിപ്പാണ്. ഒരു നൈറ്റ് സ്റ്റേയും അതുപോലെ 2 ഡേയ്സും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പം ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്തുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ജാനുട്ടിയൊക്കെ ഉറക്കത്തിൻ്റെ മൂഡിലാണ് കേട്ടോ. ബാക്കി കുട്ടികളൊക്കെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർദ്രയുടെയൊക്കെ പാരൻസൊക്കെ ഉണ്ട് ഈ ഒരു ട്രിപ്പിൽ. നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരിട്ട് ഹോട്ടലിലോട്ട് വരികയാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾക്ക് ഈ ഒരു വണ്ടർലാൻഡ് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിവിടെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു നൈറ്റ് സ്റ്റേ അല്ലേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മളിവിടെ ലാൻകാസ്റ്ററിലെ നമ്മുടെ അമിഷ് വില്ലേജ് ഉണ്ടല്ലോ, അതും കൂടെ കാണാൻ പോകുന്നുണ്ട്. അപ്പം ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോകുന്ന പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും റൂം ഒന്ന് കാണാം. ഇത് 2 ക്വീൻസ് ബെഡ് ഉണ്ട്. ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള റൂം തന്നെയായിരുന്നു. പിന്നെ നമ്മൾക്ക് ടിവിയും അതുപോലെ റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഒക്കെ ഉണ്ടായിരുന്നു. ജാനുട്ടി റൂമൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഓടിക്കളിക്കുകയാണ്. റൂമൊക്കെ കുളമാക്കണതിന് മുന്നേ തന്നെ ഒരു റൂം ടൂർ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം ഒന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ കോഫി മേക്കറും അതുപോലെ ഒരു ലോക്കറൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ എല്ലാവിടെ ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് സാധാരണ സിമ്പിളായിട്ടുള്ള ഹോട്ടലാണ്. ഞങ്ങൾക്ക് ഓഫറിന് കിട്ടിയതായിരുന്നു. അപ്പോൾ 3 പേരും കൂടിയിട്ട് ബുക്ക് ചെയ്താണ്. അവർക്ക് 2 പേർക്കും വേറെ ഒരുമിച്ചിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാത്റൂമും സിമ്പിളായിട്ടുള്ളതാണ്. ടിഷ്യൂ പേപ്പറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെയാണ് കേട്ടോ കണ്ടത് ഇവിടെ ഉണ്ടെന്നുള്ളത്. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നത്. ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജാനുട്ടി ചെറിയൊരു വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വണ്ടർലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും പിന്നെ നാളെ അമിഷ് വില്ലേജും, അങ്ങനെ 2 സ്ഥലങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് വരുന്ന ടൈമിൽ കാറിലെ ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാവരും റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇതേ പോകാൻ നിൽക്കുകയാണ്. 3 മണിക്ക് ശേഷമാണ് വണ്ടർലാൻഡ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്തായാലും ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല, തിരക്കായിരുന്നു. ഇപ്പം ഇവിടെ എത്തി, ഹോട്ടലിൽ എത്തി, ചെക്ക് ഇൻ ചെയ്തു. ഈവനിങ് ആണ് അവിടെ കാണാൻ നല്ല രസമായിട്ടുള്ളത്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിൻ്റർ സ്പെഷ്യലായിട്ടുള്ള അവർ എല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും തോന്നുന്നു. നമ്മളെന്തായാലും പോയിട്ട് നോക്കാം അല്ലേ വിക്കി? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ചായ കുടിക്കണം. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയല്ലോ, നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പം പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഈ വിൻ്റർ ലൈറ്റ്സൊക്കെ ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ. അപ്പം അതുപോലെ ഒരു സംഭവമാണ് ഈ ഒരു ലാൻകാസ്റ്ററിലെ വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറയുന്നത്. ഡച്ച് വിൻ്റർ വണ്ടർലാൻഡ് എന്നാണ്. ഇപ്പം ഡിസംബർ 31 വരെ ഉണ്ട് ഇവരുടെ ഈ ഒരു വണ്ടർലാൻഡ്. ഇവിടെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ലൈറ്റ്സും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ സാൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റും ഓൺലൈനിൽ തന്നെ കിട്ടും. ഞങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏത് ടിക്കറ്റാണോ, കുറേ കാറ്റഗറീസ് ഉണ്ട്, അതനുസരിച്ചിട്ട് എടുക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ വല്ലാത്ത തണുപ്പ് തന്നെ. ഇരുട്ടായതുകൊണ്ട് തന്നെ ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ തണുപ്പ്, എൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് എത്ര തണുപ്പാണെന്നുള്ളത്. ഇപ്പം കാറിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അത്രയും തണുപ്പില്ല, പക്ഷെ ഇങ്ങോട്ട് പോകും തോറും തണുപ്പ് കൂടുതലായിരിക്കും. ജാനൂട്ടിനൊക്കെ സ്ട്രോളറിൽ സെറ്റാക്കിയിരിക്കുകയാണ്. 3 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒന്നുകൂടെ എൻജോയ് ചെയ്യാമായിരുന്നു. ഞങ്ങൾ പക്ഷേ വന്ന് എത്തിയപ്പോഴത്തേക്കും ലേറ്റായി. കുട്ടികളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ടൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും തന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻട്രൻസ്. ശരിക്കും ഒരു വണ്ടർലാൻഡ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. അതെ, വിൻ്റർ വണ്ടർലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. എന്തായാലും ഉള്ളിലോട്ട് പോയിട്ട് ഒരു ഷോപ്പിംഗ് ഇതിന്റെ സെന്ററിലാണ് കയറിയിരിക്കുന്നത്. എല്ലാവർക്കും തണുപ്പായിട്ട് തണുത്തെറിച്ചിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. നോക്കിക്ക് നല്ല സിൻഡ്രല്ല ഉടുപ്പുകള്, ഗേൾ ബേബീസിന്റെ ഒക്കെ ഐറ്റങ്ങളുണ്ട്. നല്ല രസമുണ്ട്.
നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് വരുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ നല്ലോണം തണുപ്പിന് പറ്റിയ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഒരു 4-5 ലെയേഴ്സൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ റൈഡൊക്കെ ആണല്ലോ കൂടുതലുള്ളത്, അതും ഫുൾ ഔട്ട്ഡോർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ വരണം. അപ്പോൾ പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് നേരം നമ്മൾക്ക് ആ തണുപ്പത്തൊക്കെ നിൽക്കാൻ പറ്റും. ട്രെയിൻ സ്റ്റേഷൻ. ആ നല്ല തണുപ്പുണ്ട്. എനിക്ക് കിട്ടാ തണുപ്പുണ്ടാ? റൈഡ് പോവാം. റൈഡ്സ് ഒക്കെ കൊറേ ഉണ്ട്. ട്രെയിന് എന്തൊക്കെയാ വെക്കുള്ള ഇവിടെ റൈഡ്സ്? കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തണുപ്പ് കാരണം ഒന്നിലും കയറാൻ പറ്റില്ല. റോളർ കോസ്റ്റർ, ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ ജാനുട്ടി ഇത് സ്ട്രോളറിലായതുകൊണ്ട് പ്രശ്നം എന്താന്ന് വെച്ചാ ഓരോടെ പോകുമ്പോഴും ജാനുട്ടിനെ സ്ട്രോളറിൽ നിന്ന് എടുക്കണം. എനിക്ക് തോന്നിട്ടാ നമ്മള് ജാനുട്ടിനെ സ്ട്രോളറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് മാറി മാറി പോയിട്ട് വരാം. ദേവക്കോട്ടാ ഏതിലാ പോണ്ടേ? അതില് പോണോ? അതില് പോവാം കേട്ടോ. നമുക്ക് റെസ്റ്റ് റൂം ഇവിടെയൊക്കെ ഉണ്ട്. വണ്ടർലാൻഡ് സ്പെഷ്യൽസ്, ആംഫി തിയേറ്റർ, ഷോപ്പിംഗ്. ഗെയിം, മറ്റേ ഗെയിം പിന്നെ നമ്മൾക്കിത് ഇതുപോലെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തനിയെ എടുക്കുന്നത് കണ്ട് കഷ്ടപ്പെട്ട് വഴി കൂടെ പോകുന്നവർ നമ്മൾക്ക് ഫോട്ടോസൊക്കെ ഫാമിലി ഫോട്ടോസ് എടുക്കണമെന്ന് ചോദിച്ചിട്ട് എടുത്തു തരുമായിരുന്നു. ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ വ്ളോഗുകളിൽ, യാത്രാ വ്ളോഗുകളിലൊക്കെ മിക്ക ടൈമിലും നമ്മൾക്ക് ഇങ്ങനെ തനിയെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ കഷ്ടപ്പെടുന്നത് ഇവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് എടുത്തു തരണമെന്നൊക്കെ ചോദിക്കും. അമേരിക്കക്കാർ മാത്രമല്ല, അമേരിക്കയിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പം പുറത്തുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഫുൾ ലൈറ്റ്സ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലത്തെ റൈഡ്സ് ഒക്കെ നിറയെ ഉണ്ട്. വിക്കിക്ക് ഇതിനകത്ത് ഇതൊക്കെ തല കറങ്ങൂട്ടാ. ഇതിലാരും ഇല്ല, ആരും ഇരുന്നില്ല. ഉണ്ടല്ലേ, കുട്ടികളുണ്ട്. വേണോ? വേണ്ട, അത് വേണ്ടെന്ന്. നമ്മള് തണുത്ത് വിറച്ച് വന്നു കഴിയുമ്പോ ഇവിടെ ഒന്ന് നിന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരത്തേക്ക് കൈയൊന്ന് ഇല്ല, ഇത്തിരി ചൂടുണ്ട്. എന്റെ കൈയൊക്കെ തണുത്ത് വിറച്ചു. നമ്മളപ്പം ട്രെയിനല്ല, ഇതൊരു ജസ്റ്റ് ഡ്രൈവ് അല്ലേ. ബെൽറ്റ് വേണം? ഇട്ടോ ഇത് വെക്ക്. ഇട്ടോ, ഇത് അവിടെ സെന്ററിലിരിക്കും. ഇതിങ്ങനെ എല്ലാവരും ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ, വാമപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാരും എന്ന് പറഞ്ഞപ്പോ ഞങ്ങളും. അപ്പുറത്താരോ ഒരാളുണ്ട്.
ഭയങ്കര തണുപ്പായി. അപ്പൊ പിന്നെ ദേ ഇവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ റെസ്റ്റോറന്റുകളുടെ ഒക്കെ അടുത്ത് വാർമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ പ്ലേസ് പോലെ ഉണ്ട്. അപ്പം ഇതിന് എന്തോ ഒരു പേരുണ്ടല്ലേ, എന്താ സംഭവം പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞങ്ങൾ ഒത്തിരി തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പ്. റൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൈ വെളിയിലല്ലേ വെച്ച്, അതുകൊണ്ട് തണുപ്പ്. പാറ്റിയോ ഹീറ്റർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഈ ഡെക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഡെക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇതുള്ളത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. കാരണം നമ്മൾക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തണുക്കുമ്പം കൈയൊക്കെയാണ് കൂടുതൽ തണുക്കുമ്പോൾ അത് ഇവിടെ വന്ന് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചൂടാവാൻ തോന്നും. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് തോന്നുക, പോകാൻ തോന്നില്ല, അത്രയും തണുപ്പ് തന്നെയായിരുന്നു. ഇവരെങ്ങനെയൊക്കെയാണ് പണി ചെയ്യുന്നതെന്ന് കാണിക്കാറുണ്ട്. ചപ്പാത്തി ചാക്ക് റൈഡാണിത്, ചാക്ക കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞോ? ജാനട്ടി നിക്ക് ഫോട്ടോ എടുക്കട്ടെ, അവിടെ നിക്ക്. വാ നമുക്ക് നിക്കാം. ഹന വാ. നമ്മൾ ഏകദേശം എല്ലാ റൈഡ്സിലൊക്കെ കയറി. ഇനിയിപ്പം ഈ ഒരു ട്രെയിനും കൂടിയിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ട്രെയിനിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. പിന്നെ ഇത് മെയിൻ ആണല്ലോ. പിന്നെ ഇതിനകത്താണ് ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ ലൈറ്റ്സും സമാധാനമായിട്ട് ഇരുന്നിങ്ങനെ കാണാൻ പറ്റും. തണുപ്പുണ്ടെന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല രസമാണ്, ഇരുന്നിട്ട് ഇങ്ങനെ കാണാമല്ലോ. ഇത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ട്രെയിൻ റൈഡ്. പിന്നെ അവസാനം ഈ ഒരു സ്കൈ റൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞു. ഞാനും വിക്കിയും കൂടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് മോളിൽ കൂടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ക്യാമറ എടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അത്രയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വിക്കിയും കൂടെ ഉള്ളത് കൊണ്ട് അതും എൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നില്ല, എപ്പോഴാണ് തിരിച്ച് വരികയെന്ന് തോന്നിപ്പോയി. അത്രയും നേരം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ കൂടെ ഇത് വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഇപ്പം പുറത്തിറങ്ങുകയാണ്. അപ്പം പുറത്തെ ആ ഒരു വ്യൂവിലൊരു ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ അത്രയുള്ള എന്തായാലും നമ്മള് വണ്ടർലാൻഡിൽ നിന്ന് തിരിച്ചു പോവാണ്. ഭയങ്കര തണുപ്പ്, അയ്യോ വയ്യ.
ജാനൂട്ടിക്ക് എല്ലാവർക്കും ഭയങ്കര തണുപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോട്ടലിൽ തിരിച്ച് വന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു റൂമിലിരുന്ന് പീസയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം തിരിച്ച് എല്ലാവരുടെയും റൂമിലോട്ട് പോയി. പിന്നെ അടുത്ത ദിവസം നമ്മൾക്ക് പോകണമല്ലോ നമ്മുടെ ആമിഷ് വില്ലേജിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പിന്നെ എല്ലാവരും ഉറങ്ങാൻ പോയി. അത്രയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത്. ആമിഷ് വില്ലേജിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.